ഹായ് ഹലോ ഇന്ന് ഞങ്ങളുടെ കാവിലെ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഒരു വർഷം ഞങ്ങൾ കാത്തിരിക്കുന്ന ദിവസങ്ങളിലൊന്നാണ് ഈ ഉത്സവത്തിന്. ബാലുവും ഞാനും ഒക്കെ വിളക്കെടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ബാലമോൾ എന്തായാലും ഇത്തവണയും താലപ്പൊലിയുണ്ട്. അപ്പം ബാലുവിനെ ഒരുക്കി സുന്ദരിമണിയാക്കിയൊക്കെ നിർത്തിയേക്കുകയാണ്. അങ്ങനെ ബാലുവിൻ്റെ താലപ്പൊലിയുടെ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞ് അപ്പം ബാലു ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം ഭയങ്കര ചൂട്, അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ ഇട്ടപ്പം ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിന്ന് തളർന്നൊക്കെ നിൽക്കുകയാണ് ആള്. ജാനു മഞ്ഞ ഇത്തവണ ചമയ വിളക്കാണ് കേട്ടോ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും വിളക്കുണ്ടായിരുന്നു. അങ്ങനെ അച്ചാമ്മ താലപ്പൊലിയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചമയ വിളക്കും താലപ്പൊലിയൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ എന്തായാലും അമ്പലത്തിൽ വലം വെച്ചു, എല്ലാം റെഡിയായി നിന്നു. അപ്പോൾ എൻ്റെ ഇത്തവണത്തെ കോസ്റ്റ്യൂം ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മൾ അമ്പലത്തിനകത്ത് എത്തി താലപ്പൊലിയൊക്കെ ഇങ്ങനെ വലം വെച്ച് നിന്നിട്ട് കുഞ്ഞുങ്ങളുടെ താലപ്പൊലിയെല്ലാം നേരത്തേക്ക് അങ്ങ് ചുറ്റി ഇറങ്ങിയായിരുന്നു. ചമയവിളക്ക് എല്ലാം കൂടെ ഒരുമിച്ച് നിന്നിട്ട് അവിടെ ജീവതയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഇവിടെ നേർച്ചയായിട്ട് നടത്തുന്നതാണ്. നല്ല രസമാണ് കേട്ടോ എല്ലാം കൂടി ഇങ്ങനെ കാണാനായിട്ട്. ഫുള്ള് വിളക്കും നല്ല ജനത്തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉത്സവം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് പോയിരുന്നു. ബാലമോളുടെ ചെസ് നമ്പർ 154 അമ്പാടിയെ കയ്യാറ്റി വിളിച്ച് മയക്കുന്നത് ബാലുവിനാണ് കേട്ടോ. വാ നമുക്ക് കളിക്കാൻ പോകാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പാട്ടൊക്കെ കേട്ടപ്പോൾ എല്ലാവരും നിന്ന് തുള്ളക്കമായിരുന്നു. അങ്ങനെ കെട്ടുകാഴ്ചയും വിളക്കും തെയ്യവും എല്ലാം ഇവിടെ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേനും നമ്മളെല്ലാവരും അവിടെ നിന്ന് കണ്ടു. അമ്പാടിയും ഹരിക്കുട്ടനടുത്ത് ആ പാട്ടിനൊത്ത് തുള്ളിക്കുന്നുണ്ടായിരുന്നു. ബാലമോൾ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് പിന്നെ ആ വിളക്കെടുപ്പിന് കിട്ടിയ സമ്മാനമാണ് കേട്ടോ. എല്ലാവർക്കും ഒരു താലം വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ കെട്ടുകാഴ്ച എല്ലാം കണ്ടു. അമ്പലത്തിൽ തന്നെ കുറേ നേരം നിന്നതെല്ലാം കണ്ടു കേട്ടോ. വർഷത്തിലൊരിക്കലല്ലേ, അപ്പം നമ്മൾ കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് കണ്ട് എല്ലാവരും തളർന്നു കേട്ടോ. ഓരോ മൂലയ്ക്ക് ഇരിപ്പായി വിളക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ബാലമോൾക്കാണെങ്കിലും അങ്ങ് ഉറക്കം വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.